കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ 2025 ദിവസമായിരിക്കുന്ന പുതിയ മന്ന ഭക്ഷിപ്പാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ മുൻപോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു പുതുവത്സരാശംസ നേരുന്നു. ദൈവം നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം വിവേക ബുദ്ധിക്കും ശക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അതിനാധാരമാക്കി ഒരു തിരുവചനം ഇവിടെ വായിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം സങ്കീർത്തനങ്ങൾ 42-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ഇവിടെ വായിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു തിരുവചനമാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ശ്രവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം, നമുക്ക് മുൻപോട്ട് പോകാം. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ഈ രചയിതാവ് കോരഹപുത്രന്മാരാണ്. കോരഹപുത്രന്മാരുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ ദൈവത്തെ പാടി ആരാധിക്കുന്ന അഥവാ കോരഹപുത്രന്മാർ ലേവി കുടുംബത്തിലെ സംഗീതജ്ഞരായിരുന്നു. ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കുടുംബമായിരുന്നു ദൈവത്തിന് സ്തോത്രം കോരഹപുത്രന്മാരുടെ. പക്ഷെ ന്യായവിധി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തിന് സ്തോത്രം ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിച്ചതായ പുത്രന്മാരുടെ കഥകൾ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാൻ ഇടയായി തീരും. ഇവിടെ തലേക്കെട്ടിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: വിവേക ബുദ്ധിക്കും ശക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ദൈവത്തിന്റെ പൈതൽ എന്ന് പറയുന്നത്, ഒരു ദൈവദാസൻ എന്ന് പറയുന്നത്, നമുക്കറിയാം, നാം എപ്പോഴും ഈ സമൂഹത്തിൽ വിവേകവും പരിജ്ഞാനവും അറിവും ഉള്ളവരായിരിക്കണം. നമുക്ക് വിദ്യാസമ്പത്തുകൾ കൂടുതൽ ഉണ്ടായിരിക്കാം, എന്നാൽ ലോക പരിജ്ഞാനം ഉണ്ടായിരിക്കാം, മറ്റുള്ളതായിരിക്കുന്ന എല്ലാ കാര്യത്തിനും വലിയ അറിവുകൾ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവിക പരിജ്ഞാനത്തിനു വേണ്ടി, ദൈവിക ശക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ നമുക്ക് ചിലതൊക്കെ നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ലോകത്തിൽ നിനക്ക് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്നാൽ ദൈവത്തിന്റെ പരിജ്ഞാനം ഇല്ലെങ്കിൽ ലോക പരിജ്ഞാനം ദൈവസന്നിധിയിൽ സീറോയായി മാറുവാൻ ഇടയായി തീരും. എന്റെ പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ ദൈവീയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആര് പ്രാർത്ഥിക്കുന്നുവോ അത് യഹോവ അവർക്ക് ദാനമായി തരുവാനിടയായി തീരും. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവയുടെ ഭക്തിയാണ് നമുക്ക് ആവശ്യം. ആ ജ്ഞാനമാണ്, ആ അറിവാണ് നമുക്ക് വേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ കഴിയുകയില്ല. നമ്മളെ നോക്കുന്നവരും നമ്മളെ കണ്ടുപിടിക്കുന്നവരും നമ്മളോട് ചോദിച്ച് അറിവുകളെ പഠിക്കേണ്ടവരും നാമോ വഴിതെറ്റിപ്പോയാൽ എപ്രകാരമായിരിക്കും എന്ന് ഈ നാളുകളിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ കോരഹപുത്രന്മാർ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം ഈ നാളുകളിൽ കാംക്ഷിക്കുന്നവരായിരിക്കണം. പരിശുദ്ധാത്മാവ് ലഭിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനും കഴിയുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവ് നമ്മെ ന്യായത്തെയും പാപത്തെയും കുറിച്ച് ബോധം വരുത്തുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അത് സ്വർഗത്തിലെ പിതാവ് തന്റെ പുത്രനിൽ കൂടെ നമുക്ക് ദാനമായി അവിടുന്ന് നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പരിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ, അറിവും വിവേകവും ഉണ്ടാകണമെങ്കിൽ, ബുദ്ധി നമുക്ക് പ്രകാശിപ്പിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അത്യന്താപേക്ഷിതമാണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന കൃപയ്ക്കായി നാം ദാഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കോരഹപുത്രന്മാർ വളരെ അധികമായി ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ദാഹിക്കുന്നത് പോലെ അതിനപ്പുറമായി ദൈവത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി അവർ ദൈവത്തിന് സ്തോത്രം ദാഹിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത്. നാം ഒഴുപ്പിനും കൃപയ്ക്കായി ദാഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ ആഴമേറിയ വെളിപ്പാടിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം, അതിനുവേണ്ടി ദൈവത്തിന് സ്തോത്രം ദാഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിനായും ദൈവവചനത്തിനുമായി നാം ദാഹിക്കുന്നവരായിരിക്കണം. ഈ നാളുകളിൽ ഒരു ഒരു വിശ്വാസി എന്ന് പറയുന്നത് അവർക്ക് ഈ ലോകത്തിൽ ഒന്നും ദൈവത്തിന് സ്തോത്രം നേടുവാനോ അവർക്ക് കൊണ്ടുപോകുവാനോ കഴിയുകയില്ല. എന്നാൽ നാം ഒരു വാഞ്ചയുള്ളവരായി, ഒരു തീഷ്ണതയുള്ളവരായി, ഒരു ദൈവത്തിന് സ്തോത്രം ഒരു ദാഹമുള്ളവരായി തീരണമെങ്കിൽ അത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെയും ദൈവികമാകുന്ന വെളിപ്പാടിൽ കൂടെയും ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ
ദൈവത്തിന് സ്തോത്രം പ്രത്യേകാൽ അവിടെ ഓർപ്പിക്കുകയാണ്. ഈ സങ്കീർത്തന പുസ്തകം നമ്മുടെ അറിയാം രണ്ടാമത്തെ പുസ്തകമാണ്. ദൈവത്തിന് സ്തോത്രം. 42 സങ്കീർത്തനം നമ്മുടെ സങ്കീർത്തനങ്ങളിൽ രണ്ടാമത്തെ പുസ്തകമാണെന്ന് ദൈവത്തിന് സ്തോത്രം. ബലമില്ലാത്തവർക്ക് ബലം പകരുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ബലഹീനതയെ തികഞ്ഞ ബലശാലിയാക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഈ നാളുകളിൽ നശിച്ചു പോകുന്നതായ ഒരു തലമുറയുടെ മധ്യത്തിൽ നാം പാർക്കുമ്പോൾ വിവേകവും ബുദ്ധിയും ശക്തിയും വേണ്ടിയും നാം ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവികമായ പരിജ്ഞാനം ദൈവത്തിന് സ്തോത്രം ഈ ലോക പരിജ്ഞാനത്തെക്കാൾ ഉപരിയായിരിക്കുന്ന ഉന്നതങ്ങളിലായിരിക്കുന്നതായ ഒരു പദ്ധതിയാണ് ദൈവിക പരിജ്ഞാനം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം യഹോവയുടെ സന്നിധിയിൽ കടന്നു വന്ന് നാം എത്രമാത്രം നിലമ്പാടിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയിൽ കൂടെ ദൈവികമാകുന്ന പരിജ്ഞാനത്താലും ദൈവികമായ ആത്മാവാലും അതിനുപരിയായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് വളരുവാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ തലയോളം വളരുക. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ തലയോളം നാം വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു രൂപാന്തരം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ ഒരു ഉന്നമനം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ സുഖവും സൗഖ്യവും അതുപോലെ ശുഭവും മനോഹരമായിരിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്രിസ്തുവിനോട് കൂടെ വളരുക എന്നുള്ളതാണല്ലോ, ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണല്ലോ ഈ പുതിയ വർഷത്തിലെ പുതിയ മന്നായുടെ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിനെ പോലെ വളരുവാനും കർത്താവിനെ പോലെ ജീവിപ്പാനും കർത്താവിനെ പോലെ പ്രവർത്തിപ്പാനും ഒക്കെ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ ഈ പുതുവർഷത്തിൽ ദൈവം നമ്മെ ഇവിടുന്ന് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ 42 സങ്കീർത്തനം 1-2 വാക്യത്തിൽ പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ദൈവത്തോട് ചേരുവാൻ, ദൈവത്തോടുകൂടെ മറയുവാൻ, ദൈവത്തോടുകൂടെ ദൈവത്തിന് സ്വന്തം ജീവിക്കുവാൻ ആ ഒരു അത്യന്തമായിരിക്കുന്ന ഒരു ആഗ്രഹത്തോടുകൂടെ, ഒരു വാഞ്ചയോടുകൂടെ, ഒരു ആശയോടുകൂടെ നാം ഈ പുതുവർഷത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ആ ദൈവത്തിന് സ്തോത്രം കോരഗുപുത്രന്മാർ പാടിയതുപോലെ നമുക്കും പാടാം. ദൈവത്തിന് സ്തോത്രം. ഒരു ദാഹത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ അടുക്കാം. ഈ പ്രഭാതത്തിൽ ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കഴിഞ്ഞ പ്രഭാതത്തിൽ ദൈവം ഞങ്ങളോട് കൂടെയുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ ഞങ്ങളുടെ അരികിലുണ്ടായിരുന്നു. പ്രഭാതത്തിൽ ദൈവം ഞങ്ങളെ തട്ടി ഉണർത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകല് മൊത്തം അങ്ങയുടെ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. ആ തൂവലിന്റെ ചിറകിൽ ഞങ്ങളെ മറയ്ക്കണം. അനർത്ഥങ്ങൾ അപകടങ്ങൾ ഒന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിന്റെ മുൻപിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തുടർന്നുള്ള നാളുകളിൽ കർത്താവേ ഞങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അടിയനെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.